ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കൂടി ഷാനവാസ് തല ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു എതിർ അല്ലെങ്കിൽ ഒരു കൗണ്ടർ പോലും പറയാൻ ഷാനവാസിനെതിരെ ഉണ്ടായിരുന്നില്ല. ഷാനവാസ് നെവിൻ ഇഷ്യൂവിൽ തന്നെയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു മാറ്റർ ലാലേട്ടൻ വന്ന് സംസാരിക്കും, ഈ ഒരു വിഷയം നല്ല രീതിയിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ആളിക്കത്തുമെന്നൊക്കെ. ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള കണ്ടസ്റ്റൻസ് ഒരു നല്ലൊരു ശതമാനം കണ്ടസ്റ്റൻസും പ്രതീക്ഷിച്ചു ഷാനവാസിനെ ലാലേട്ടൻ വന്ന് പൊളിച്ചടുക്കുമെന്ന് തന്നെ. ആ പ്രതീക്ഷകൾ എല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ലാലേട്ടന്റെ ഒരു പ്രതികരണവും ബിഗ് ബോസ് എടുത്തിയ ഒരു തീരുമാനവും. കംപ്ലീറ്റ്ലി ആ ഒരു ടോപ്പിക് തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് ഒരു നടപടി എടുത്തിരിക്കുന്നത്. നെവിനെ നൈസായിട്ട് അതിൽ നിന്ന് രക്ഷിച്ചാൽ പോലും ഷാനവാസിനെതിരെ ഒരു പോയിന്റ് പോലും പറയാനില്ലാതെ ബിഗ് ബോസ് എസ്കേപ്പ് ആയി എന്ന് വേണം നമുക്ക് കരുതാൻ. ഷാനവാസ് പറഞ്ഞത് 100% ശരിയാണ്, 1% പോലും ഷാനവാസ് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ബിഗ് ബോസിന്റെ പഴയ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാലും എന്തിന് പഴയ സീസണുകളിലേക്കോ പഴയ ചരിത്രങ്ങളിലേക്കോ പോകണ്ട, ഈ ഒരു സീസണിലെ പല അലിഗേഷൻസും എടുത്തു നോക്കിയാൽ നമുക്കറിയാം ബിഗ് ബോസ് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എന്ന്. അലിഗേഷൻ നടത്തുന്നയാളുടെ കയ്യിൽ തെറ്റുണ്ട്. 1% ബിഗ് ബോസിന് അവർക്കെതിരെ സംസാരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വീക്കെൻഡിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് ആക്കി മാറ്റാൻ ബിഗ് ബോസിന് അറിയാം. അത്രയ്ക്കും TRP പോകാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു കണ്ടന്റിനെ എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ ഷാനവാസിന്റെ അടുത്ത് ബിഗ് ബോസിന് ഒന്നും പറയാനില്ല, ഷാനവാസിനെതിരെ ഒന്നും സംസാരിക്കാനില്ല, വാക്കുകളില്ല. കാരണം തുടക്കം മുതൽ ഷാനവാസ് ബിഗ് ബോസിന്റെ സൈഡിൽ പറയുന്ന ഒരു കംപ്ലൈന്റും ബിഗ് ബോസിനോട് ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും പ്രേക്ഷകരൊക്കെ ഇത് കണ്ടിട്ടുണ്ടെന്നും ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഷാനവാസിനെ ഈ ഒരു കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ ഒരു മാറ്റർ നെവിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിഗ് ബോസിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ബിഗ് ബോസ് നൈസായിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അതങ്ങ് എല്ലാം മറന്നോളാൻ പറഞ്ഞു, ഒതുക്കി തീർന്നു. ഇനിയെങ്കിലും ഇതുപോലെയുള്ള കേസുകളുമായിട്ട് വരാതിരിക്കുക, ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ വിട്ട് നന്നായി ഗെയിം കളിക്കുക എന്നുള്ള ഒരു ആശയം ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞ് ഈ ഒരു ടോപ്പിക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് ലാലേട്ടന്റെ സൈഡിൽ നിന്ന് പോലും ഉണ്ടായത്. എന്താണെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ സംബന്ധിച്ച് തല ഉയർത്തി തന്നെ നിൽക്കാം. ഈ ഒരു സീസണിൽ പല അലിഗേഷൻസ് ഉണ്ടായപ്പോഴും ബിഗ് ബോസ് ശക്തമായി അവർക്കെതിരെ നടപടി എടുക്കുന്നതും അവർക്കെതിരെ സംസാരിക്കുന്നതും വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് അവരെ പൊളിച്ചെടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഷാനവാസിന് എന്നാൽ താൻ പറഞ്ഞത് 100% ഉറപ്പുണ്ടായിരുന്നെന്ന് അന്നും ഇന്നും നമ്മളോടൊക്കെ പല കോൺവെർസേഷൻ വഴി നമ്മൾ പ്രേക്ഷകരൊക്കെ കണ്ടതാണ്. അത് അതുപോലെ തന്നെ നിൽക്കുന്നു. ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും നെവിനാണെന്നുണ്ടെങ്കിൽ അവിടെ അഭിനയിച്ച് തകർക്കുന്നു. അതുവരെയും ആർമാദിച്ച് നടന്നിരുന്ന നെവിൻ, അവിടെ എല്ലാവരോടും ആക്രോശിച്ച് നടന്നിരുന്ന നെവിൻ ആ ഒരു എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടാവസ്ഥയിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടിരുന്ന എങ്ങനെയെങ്കിലും ഈ ഒരു ടോപ്പിക് എടുത്ത് തനിക്ക് ഫേവർ ആയിട്ട് ഇവരെല്ലാവരും കൂടെ എത്തിക്കണം എന്നുള്ള ഒരു ആശയത്തോടെ അവിടെ ഭയങ്കര സങ്കടത്തോടെയൊക്കെ ഇരിക്കുന്നു. എന്നാൽ ഷാനവാസിന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വളരെ കോൺഫിഡന്റോടെയാണ് ആളിരിക്കുന്നത്. എന്ത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞിരിക്കും. അതിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ഷാനവാസ് അവിടെ ഇരുന്നത്. മുഖത്ത് പോലും ആ ഒരു കോൺഫിഡന്റ് ലെവൽ ഉണ്ടായിരുന്നു. എന്നാൽ നെവിനെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരുന്നു. എന്താകും ഏതാകും, മാക്സിമം സങ്കടം അഭിനയിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എന്റെ സൈഡിലേക്ക് ഫേവർ ആകും എന്നുള്ള ഒരു കുശാഗ്ര ബുദ്ധിയോടെയാണ് നെവിൻ അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഷാനവാസിനെ സംബന്ധിച്ച് അങ്ങനെ അല്ലായിരുന്നു. വളരെ കോൺഫിഡന്റോട് കൂടിയാണ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് എല്ലാവർക്കും ഷാനവാസിനെ കാണാൻ സാധിച്ചത്. അത് തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലായി. കുറച്ച് കോമൺ സെൻസ് അതൊന്നും വേണ്ട, കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് ചോദിക്കാത്തതും ഷാനവാസിന്റെ സൈഡിൽ അത് 100% ശരിയായതുകൊണ്ടും 1% പോലും ഷാനവാസിനെ കുറ്റം പറയാനില്ലാത്തത് കൊണ്ടുമാണെന്ന് പ്രേക്ഷകർക്കെല്ലാം ചിന്തിക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന് കൂടി പ്രശ്നമാകുന്ന ഒരു കേസായതുകൊണ്ട് ഇത് കൂടുതൽ വഷളാക്കാതെ ബിഗ് ബോസ് അത് അവസാനിപ്പിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. എന്താണെങ്കിലും ബിഗ് ബോസ് എടുത്തൊരു തീരുമാനം മികച്ചത് തന്നെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പ്രേക്ഷകർക്ക് എന്ത് തോന്നി, എന്താണ് പറയാനുള്ളത്? ബിഗ് ബോസ് ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ആർക്കും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അല്ലെങ്കിൽ ആരെയും നാണം കെടുത്താതെ വിട്ടതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരാഴ്ച ഷാനവാസ് തൂക്കി എന്ന് പറയുന്നത് പോലെ പ്രേക്ഷക മനസ്സിലും ഷാനവാസിന് മികച്ചൊരു സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചു. ഒരിക്കലും ആ ഒരു മനുഷ്യൻ ആരെയും മോശമായ രീതിയിൽ ചിത്രീകരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മോശമായിട്ട് വ്യക്തിഹത്യ ചെയ്യാനോ ശ്രമിച്ചിരുന്നില്ല. സാഹചര്യങ്ങൾ അയാൾക്കെതിരായി വന്നപ്പോൾ അയാൾക്ക് അതിനെതിരെ പ്രതികരിക്കേണ്ടതും അയാൾക്ക് വേണ്ടപ്പെട്ടവർ അതിൽ കുടുങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടും വന്നു. എന്നാൽ പോലും അദ്ദേഹം ഈ പറയുന്നത് പോലെ മോശമായിട്ട് ഒരു രീതിയിലും തെറ്റായിട്ടോ ഫേക്ക് ആയിട്ടോ ഒരു അലിഗേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ കണ്ട കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ പറഞ്ഞിട്ടുള്ളൂ. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.